നിങ്ങൾ എപ്പോഴെങ്കിലും തനിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് വരുന്നൊരു തോന്നലാണ്, ഞാൻ ഒറ്റയ്ക്കായി. നമ്മുടെ കൂടെ ചുറ്റുപാടും ഒത്തിരി പേര് നിൽപ്പുണ്ട്, പക്ഷേ നമുക്ക് തോന്നുക ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് പറയാൻ ആരുമില്ല, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല. ബൈബിളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്തോടടുക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കിടക്കുന്നത്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചെതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരും. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല. അത്രയും ദിവസം യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് യേശു കർത്താവിൻ്റെ കൂടെ നടന്ന് ഏകദേശം 3.5 വർഷത്തോളം കൂടെ നടന്ന് അത്രയും അടുത്തിരുന്ന ശിഷ്യന്മാരെ നോക്കി യേശു പറയുക, നിങ്ങളെല്ലാവരും എന്നെ വിട്ടേച്ചു പോകും, പക്ഷേ പിതാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാവരും നിങ്ങളെ വിട്ടേച്ചു പോയാൽ, ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, എല്ലാവരും നിങ്ങളെ വിട്ടേച്ചു പോയാൽ, യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നൊരു പ്രോമിസ് ഉണ്ട് നമുക്ക്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാഴികയും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാവരും നിങ്ങളെ വിട്ടുപോകുമ്പോൾ, എല്ലാവരും മാറിപ്പോകുമ്പോഴും, എല്ലാവരും കൈവിടുമ്പോഴും, ആര് നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കും, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ കൂടെ നടക്കുന്ന, കൈവിടാത്ത ഒരു വലിയ സ്നേഹമുണ്ട്. യേശുവിൻ്റെ സ്നേഹം. നിങ്ങളുടെ കഴിവ് കണ്ടും, നിങ്ങളുടെ സൗന്ദര്യം കണ്ടും, നിങ്ങളുടെ പണം കണ്ടും ഒക്കെ നിങ്ങളുടെ കൂടെ ചിലപ്പം ചിലർ കൂടിയെന്നിരിക്കും. ഇതെല്ലാം നഷ്ടപ്പെടുമ്പം മനുഷ്യരെല്ലാം മാറിപ്പോകും. പക്ഷേ നിങ്ങളുടെ കഴിവ് നോക്കാതെ, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം നോക്കാതെ, നിങ്ങളുടെ ജാതി നോക്കാതെ, നിങ്ങളുടെ കുലം നോക്കാതെ, നിങ്ങളുടെ കളറ് നോക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. അവനാണ് നിങ്ങളുടെ സൃഷ്ടാവ്. ഗോഡ് ബ്ലെസ് യു.